ലോണിന്റെ കാര്യത്തിന് അച്ഛൻ ഒരുപാട് വലയേണ്ടി വന്നു. 2.5 വർഷമായിട്ട് കിട്ടുന്നു. 2008-2017 കൊടുത്തിട്ട് 2008-2017 കൊടുത്തിട്ട് 19 ലാസ്റ്റാണ് ഈ KLU കിട്ടുന്നത്. കിട്ടിയത്. അത് ഞാൻ അതും പലതവണ ഓഡിറ്റൊക്കെയാണ്. ഓടിയിട്ടല്ല, അത് അവസാനം കളക്ടറുടെ നേരിട്ട് കണ്ടായിട്ട് വന്നു. കളക്ടറേറ്റിലേക്ക് പോയി. ഇവരെ പോകാനകത്ത് എപ്പോൾ പോകുമ്പോഴും കൃഷി ഓഫീസറില്ല. അത് ഈ 3 കൃഷി വകുപ്പിലേക്ക് കൃഷി ഭവനിലേക്ക് ഒരു കൃഷി ഓഫീസർ ഉള്ളത് കൊണ്ടാണ് സംഭവം. ശരി, അങ്ങനെയാണെങ്കിലും അവർ പറയണ്ടേ, അവർ വരും അല്ലെങ്കിൽ പിന്നെ ഇല്ല, അങ്ങനെയൊക്കെ തന്നെ പറയും. ഈ 1 വർഷം കഴിഞ്ഞിട്ട് എന്താണ് ചോദിക്കാൻ, നിങ്ങളുടെ പേപ്പർ ഇവിടെ നിന്ന് പോയിട്ടില്ല പറഞ്ഞു. അപ്പം ഞാൻ ഒരു പ്രാവശ്യം അവിടെ പോയി ചണ്ടയുണ്ടാക്കി. അങ്ങനെയാണ് ക്ലിയർ ആവുന്നത്. കൃഷി ഓഫീസർ ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ തരുന്ന പേപ്പർ നിങ്ങൾ വാങ്ങി വെക്കാൻ പാടില്ലല്ലോ. ഇവിടെ അത് വെറുതെ ഇങ്ങനെ ചുവപ്പ് നാടിയിൽ കൊടുക്കാനല്ല. ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ അപ്പുറത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം ആരെടുക്കും? ഇത് നമ്മൾ കർഷകർ അല്ലെങ്കിൽ ആൾക്കാർ ഇത് വെയിറ്റ് ചെയ്യേണ്ടത് ക്ലിയർ ആവുന്നവരെ. അപ്പം എപ്പോഴാണ് നിങ്ങളുടെ കൃഷി ഓഫീസർ വരുന്നത്, എപ്പോഴാണ് ഞാൻ വരേണ്ടത് ചോദിച്ചു. കറക്റ്റായിട്ടൊരു പറയണല്ലോ, അല്ലെങ്കിൽ വാങ്ങരുത്, അപേക്ഷ വാങ്ങരുത്. നിങ്ങൾ അപേക്ഷ പാവപ്പെട്ടവരെ വാങ്ങരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞൊരു 15 ദിവസം കഴിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പേപ്പർ തള്ളി കൊണ്ടുവന്നു. അങ്ങനെ ജില്ലാ കൃഷി ഭവനിൽ പോയി. അവിടെ അതിലേറെ കഷ്ടമാണ്. അവിടെ അവർ പോയി വിളിച്ച് ചോദിച്ചപ്പോൾ ഇവർക്ക് ഇഷ്ടമല്ല. മാത്രമല്ല നമ്മൾ അവിടെ ചെന്ന് വിളിക്കുന്നത് ഇവർക്ക് ഇഷ്ടാവില്ല. വിളിപ്പിച്ചു അവരോട് വിളിച്ചപ്പോൾ വീണ്ടും അല്ല, അവിടെ കളക്ടറേറ്റിൽ ഒരു പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഉണ്ട്. അവർ നമ്മളിവർ വിളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർ പറയും ഞങ്ങളൊന്നും മറുപടി തരില്ല, നിങ്ങൾ വേണമെങ്കിൽ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറിലേക്ക് പൊക്കോളൂ എന്നാ മറുപടി പറയുക. അവസാനം ഇവർ നേരിട്ട് വിളിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു കൃഷി ഓഫീസറില്ല, ലീവിലാണ് പറഞ്ഞു. അപ്പോൾ ഇത്രയായി പറഞ്ഞു. അത് ശരിയല്ലോ എന്നായോ. ഇന്ന ആളൊരു പേപ്പർ വന്നിട്ട് ഇത്രയും ആയിട്ടില്ല, അതിലൊരു നടപടി ഉണ്ടായില്ല, എന്താ കാരണം ചോദിച്ചു. അപ്പോൾ ഇന്നമാരിയാണ് അവരുടെ ഇയാളുടെ പേപ്പർ തള്ളിയിരിക്കുന്നു പറഞ്ഞു. അതിൻ്റെ കാരണം കൂടെ എന്താണ് അറിയേണ്ടത് ചോദിച്ചു. കൃഷി ഓഫീസറില്ലാത്ത പേപ്പർ വാങ്ങി വെച്ചിട്ട് പിന്നെ നിങ്ങൾ തള്ളി പറയുന്നത് ആരാ തള്ളിയത്? കൃഷി ഓഫീസർ അല്ലേ തള്ളേണ്ടത്. അയാൾ ലീവിലാണ് പറയുന്നത്, പിന്നെ ഈ പേപ്പർ ആര് തള്ളും? പിന്നെ എന്താണ് അത്ര കാരണം അവർ പറയുന്നത്? അതൊന്നും പറയില്ല അവർ പിന്നെ പറഞ്ഞത് നിങ്ങൾ പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് എടുത്തിട്ടില്ല ആദ്യം. പക്ഷെ കൃഷി ഇവിടുന്ന് സാങ്ഷൻ ചെയ്താലേ അവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഈ അപേക്ഷ കൊടുത്തിട്ടാണ് ഇവിടെ പണി തുടങ്ങിയത്. അതിൻ്റെ പേരിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ പണി നിർത്തിയില്ല. പണി നമുക്ക് തുടങ്ങി. കറണ്ട് വേണമെങ്കിൽ മാത്രം ഇതൊക്കെ കിട്ടിയാൽ മതി, അല്ലെങ്കിൽ നമുക്ക് കെട്ടാലോ. ഞാൻ പറഞ്ഞു എൻ്റെ സ്ഥലം എൻ്റെ കാശ്, മനസ്സിലായോ? എൻ്റെ സ്ഥലത്ത് ഞാൻ വീട് കെട്ടും. നിങ്ങളുടെ പേപ്പർ തന്നിട്ടുണ്ട്, ആക്ഷൻ എടുക്കേണ്ടത് നിങ്ങളുടെ കടമ. അന്നേ അത് റിജക്ട് ചെയ്യണമായിരുന്നു, വേണ്ടെങ്കിൽ അത് അല്ലേ തള്ളണമായിരുന്നു. തന്നിട്ട് ഇത്രയും 45 ഇത്രയും കാലത്തിനടി തള്ളാതെ വെച്ചതിൽ അർത്ഥമില്ല. തരാതിരിക്കാനുള്ള ഒരു ഇതാണത്. എന്നിട്ടാണ് ഞാൻ പിന്നെ നേരെ കളക്ടറേറ്റിലേക്ക് പോയത്. അവിടെ പോയി നോക്കുമ്പോൾ ഒരു 10-20 പേരുണ്ട് അവിടെ. ഞാൻ അവർ കഴിയുന്നവരവിടെ വെയിറ്റ് ചെയ്തു. അവസാനം സ്ത്രീ വിളിച്ചു, ഒരു സ്ത്രീയാണ് വിളിച്ചു. എന്താണ് ചോദിച്ചു. ഇന്ന വരെയൊക്കെയാണ് സംഭവം ഉണ്ടായിരിക്കും സാറേ, ഇന്നപ്പം ഞാൻ അപേക്ഷിച്ചാണ്, ഇന്ന വരെ ആ അപേക്ഷയിൽ ഒരു ആക്ഷനും ഉണ്ടായിട്ടില്ല. ഞാൻ ലോൺ എടുത്തിട്ടാണ് ഒരു പെരപ്പണി തുടങ്ങിയത്. പക്ഷേ എൻ്റെ ഇത് കിട്ടുന്നവരെ ലോൺ അവിടെ നിൽക്കില്ലല്ലോ. ലോൺ ആ ഒരു കയ്യിൽ പോകുമല്ലോ, പേപ്പർ ഇല്ലെങ്കിൽ അത് തള്ളിപ്പോവുമല്ലോ. അപ്പം ഞാൻ വീട്ടുപണി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ പഞ്ചായത്തും കൃഷിഭവനിലും വില്ലേജുകാരും പറയുന്നത് നിങ്ങളുടെ പേരിൽ ആക്ഷൻ എടുക്കുന്ന പറയുന്നത്. ഞാൻ എൻ്റെ പേരിലുള്ള തെറ്റിതാണ്. ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അവരുടെ. അവർ ഇന്നേ വരെ അതിൻ്റെ ഒരു ആക്ഷൻ തന്നിട്ടില്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ വീട്ടുപണി ചെയ്തു. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ചെയ്തോട്ടെ. അത് ആ ട്രെയിൻ ചെറിച്ചങ്ങണ്ട് ശരി ഞങ്ങൾ പൊയ്ക്കോളി, ഞങ്ങളെന്താ നോക്കാതെ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് കൊണ്ട് പോലീസ് അവരോടുകൂടി ഇവിടെ വന്നോളൂ. കളക്ടർ നേരിട്ട് വന്നു. അല്ല, അവർക്ക് അപേക്ഷ കിട്ടിയ വേഗം ചെയ്യണമെന്നാണ്. അപ്പം ഞാൻ വില്ലേജ് പറഞ്ഞു വെച്ചു, ഇന്നവരെ ഒരു അപേക്ഷ ഞാൻ കൊടുത്തിട്ടുണ്ട്, അവർ വരികയാണെങ്കിൽ എന്ന് എന്നെ അറിയിക്കുകയും പറഞ്ഞു. അവർ ഉണ്ണാൻ ടിപ്പം പാത്രം തുറക്കുമ്പോഴാണ് ഇവരവിടെ വരുന്നത്. കളക്ടർ അവിടെ എത്തുന്നത്, വില്ലേജ് വരുന്നത്. അവർ വന്ന് ഇന്ന ഫയലെടുക്കുമ്പോൾ അവർ ഉണ്ണാൻ സമ്മതിച്ചിട്ടില്ല. ആ ഫയലെടുത്ത് അങ്ങനെ ഇവിടെ വന്നു ചുറ്റുഭാഗം എല്ലാം നോക്കി. എന്താണ് കാര്യം? ഇന്നതൊക്കെയാണ് സാറേ ഉണ്ടായത്. ഇന്നപ്പം ഞാൻ അപേക്ഷിച്ചാണ്, ഇതാ ഞാൻ പണി ഇന്നതാണ്. നല്ല മിടുക്കിയാണ്. മണ്ണാർക്കാട്ടുകാരിയാണ്, ആരാണ് ഒരു ചെറുപ്പക്കാരി സ്ത്രീ വന്നു ചുറ്റുഭാഗം എല്ലാം നോക്കി കാര്യമൊക്കെ ചോദിച്ചാൽ ഇന്ന വരെയൊക്കെയാണ് സംഭവം ഉണ്ടായിരുന്നു. ഞാനത് കാരണം പണി നിർത്തിയില്ല, പണി ചെയ്തിട്ട് വന്നു. അപ്പോഴും ആ സ്ത്രീ ചെറുച്ചങ്ങോട്ട് ഉണ്ടാകാതെ പോയി. ശരി നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ, അവിടെ പോയിക്കളഞ്ഞു. ഒരാഴ്ച ഓർഡർ കൊടുത്താൽ അവിടുന്ന് സാങ്ഷൻ ചെയ്തു, നമ്പർ തന്നു, KLU കിട്ടി.